ഇതിപ്പോൾ എങ്ങനെയാണ് സാധാരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ GPay ചെയ്യുന്നു, 10 രൂപക്ക് ചായ കുടിക്കുന്നു. 10 രൂപയില്ല, ഇപ്പം യുദ്ധം വന്നതോട് കൂടിയിട്ട് നമ്മളിപ്പോൾ 15 രൂപയും 20 രൂപയൊക്കെ ആയി. എന്നാലും ചായ കുടിക്കുന്നു, ഒരു ചായ എല്ലാ ദിവസവും കുടിക്കുമ്പോൾ 20 രൂപയാണ്, അത് 21 രൂപ, അല്ലെങ്കിൽ ഒരു ഫീസ് കൂടെ വരുന്നു. ഇത്രയും നാൾ 20 രൂപ കൊടുത്താൽ മതിയായിരുന്നു, ഒരു ഫീസ് കൂടെ വരുന്നു. അങ്ങനെ നമ്മൾ 10 ദിവസവും ഒരു മാസം എടുക്കുമ്പോൾ ആ ഫീസ് ഇത്രയും നമുക്ക് സാധാരണഗതിയിൽ 100 രൂപയാണ് ഒരു നിശ്ചിത കാര്യത്തിൽ ചിലവാകുന്നെങ്കിൽ അത് 150 രൂപയായിട്ടോ അല്ലെങ്കിൽ 120 രൂപയായിട്ടോ വളരും നമ്മുടെ നഷ്ടം. എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ നഷ്ടം ഇവിടെയും എന്നതാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. GPay ചെയ്യുന്നതിന് യാതൊരു പൈസയും നമ്മുടെ ഭാഗത്ത് പിടിക്കില്ലായിരുന്നു, ഇനി അത് പിടിക്കപ്പെട്ടേക്കാം എന്ന ഒരു ബുദ്ധിമുട്ടാണ്. ആ ഒരു ഇതുവരെ അങ്ങനെ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് കമ്പനികൾ പണം വാങ്ങാൻ പാടില്ല എന്ന ആ നിയമം ഇവരെടുത്തു കളഞ്ഞു. ഇതാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സാധാരണക്കാരെ ബാധിക്കില്ല. അപ്പോൾ ഞാൻ ഹർഷന്, ഒരു കട നടന്ന ഹർഷന് ഞാൻ പൈസ അയച്ച് തരികയാണെങ്കിൽ എനിക്ക് പൈസ നഷ്ടമൊന്നും വരില്ല. പക്ഷേ കടക്കാരന്, വ്യാപാരികൾക്ക് ഇതൊരു കുറച്ച് പൈസ നമ്മൾ പിടിക്കും എന്നാണ്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽസ് പറഞ്ഞു കേട്ടത് ഇതിനൊരു ചിലവുണ്ട്, ആ ചിലവ് ആരെങ്കിലുമൊക്കെ വഹിക്കണം. ഒന്നുകിൽ അത് സാധാരണക്കാർ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഇതിങ്ങനെ കൈകാര്യം ചെയ്യണം. അപ്പോൾ അത് ഏതാണെന്ന് ഞങ്ങൾ തീരുമാനം എടുത്തില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും വ്യക്തികൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല. വ്യക്തികൾ ഇപ്പോൾ ചെറിയ ചെറിയ പൈസ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പിടിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് വിശ്വസിക്കാനേ പറ്റുന്ന കാര്യമല്ല. കാരണം വൺസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് ഇതിനുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും നമ്മുടെ തലയിൽ, സാധാരണ മനുഷ്യരുടെ തലയിലേക്കാണ് വരിക എന്നുള്ളത് സംശയമേ ഇല്ല. കാരണം ഇപ്പം വിൽക്കുന്ന വ്യാപാരിക്ക് ഓരോ ട്രാൻസാക്ഷനും 10 പൈസയുടെ കൂടുതൽ കൊടുക്കേണ്ടി വന്നാൽ ആ വ്യാപാരം എന്ന് പറയുന്നതിൻ്റെ ബേസിക് തന്നെ അതാണ്. ആ വ്യാപാരി എന്ത് ചെയ്യും, ആ 10 പൈസയും കൂടെ ചേർത്തിട്ട് സാധനത്തിന് വിലയിടും. 10 രൂപയാണ് ചായക്ക് വിലയെങ്കിൽ ഇയാൾ 10 രൂപ എടുത്തോ 10 പൈസ സർക്കാരിലേക്ക് ഇതിൻ്റെ കാര്യമായിട്ട് അടക്കണമെങ്കിൽ അയാൾ 10 രൂപ 10 പൈസയാണ് ഇന്ന് മുതൽ ചായക്ക് വില എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ന് പിടിക്കും എന്ന് വെച്ചാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിപ്പോൾ സംഭവിക്കുന്നത് എന്താ വർഷം, അതായത് ഊബർ ടാക്സി വന്നപ്പോൾ നമുക്ക് ഓർമ്മയില്ലേ, നല്ല സൗകര്യമായിരുന്നു, താരതമ്യേന കുറഞ്ഞ പൈസയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാമായിരുന്നു. പിന്നീട് സർജ് ആയിട്ടുള്ള, അതായത് പീക്ക് അവേഴ്സ് വന്നപ്പോൾ എല്ലാവരും ഇതിനകത്തേക്ക് മാറി. പീക്ക് അവേഴ്സ് വന്നപ്പോൾ പൈസ കൂടി. 300 രൂപക്കാണ് നമ്മളൊരു സ്ഥലത്ത് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ പീക്ക് അവേഴ്സ് ആണെങ്കിൽ 500 രൂപ കിട്ടും. നമ്മൾ രണ്ടുപേരും കാക്കനാട് അവിടെ താമസിക്കുന്നതാണ്, നമുക്കറിയാം എന്താണിത്. പീക്ക് അവേഴ്സ് ആണെങ്കിൽ 300 രൂപ 500 രൂപയാകും. അവർ പറയുന്നതാണ് ഇപ്പോൾ പൈസ. നമ്മളെ പതുക്കെ പിടിച്ചിട്ട് ഈ സംവിധാനത്തിനകത്തേക്ക് കൊണ്ടുവന്നു. നമ്മൾ ബസ് കയറി പോയിക്കൊണ്ടിരുന്ന ആളാണ്, ഒരു ഓട്ടോറിക്ഷ അപ്പുറത്ത് പിടിച്ചിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. മൊബൈൽ ഫോൺ വന്നപ്പോൾ കുറേ കൂടെ സൗകര്യം, അപ്പുറത്തെ ജംഗ്ഷനിലുള്ള ആളെ മൊബൈലിൽ ഓട്ടോക്കാരനൊന്ന് വിളിച്ചു വരുത്തി അവിടുന്ന് ഇവിടെ വരാനുള്ള റിട്ടേൺ ടാക്സ് കൂടെ കൊടുത്താൽ പോലും പൈസ ഇല്ലാതെ നമ്മളിങ്ങനെ സംവിധാനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് ഈ സംവിധാനം വന്നു. നല്ലത്, നമ്മൾ അതിന് അടിമകളായി. അത് ഇല്ലാതെ ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത ആയി. വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള ആളുകൾ തന്നെയും തിരക്കിലൂടെ ഓടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവരിപ്പോൾ വാഹനങ്ങൾ പിടിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇപ്പോൾ അത് ഊബർ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് നല്ല പൈസ കിട്ടുമായിരുന്നു ആദ്യഘട്ടങ്ങളിൽ. നമ്മൾ ഓടിക്കുന്ന ഓരോ ഡ്രൈവറോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയും വളരെ ഹാപ്പി ആയിട്ടാ, ഇത് നല്ലതാണ്. ഇവിടെ എറണാകുളത്ത്, കൊച്ചിയിൽ നമ്മൾ ഓടിക്കുമ്പോൾ കാസർഗോഡ്, പാലക്കാട്, കണ്ണൂർ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ, ചെറുപ്പക്കാർ വന്നിട്ട് താമസിച്ച് സ്വന്തം വണ്ടി എടുത്തും മറ്റുള്ളവർ വണ്ടി ഓടിച്ചും നല്ല പൈസ ഉണ്ടാക്കുമായിരുന്നു, ചെറുപ്പക്കാരും എല്ലാവരും. പക്ഷേ ഇപ്പോൾ അവർക്കും പൈസ കിട്ടുന്നില്ല. ഇപ്പോൾ ആർക്കാ പൈസ? കമ്പനിക്ക് മാത്രമാണ് പൈസ. കമ്പനിക്ക് അടിക്കുകയാണ് ഇപ്പോൾ മൊത്തം. അതും എന്തുമാത്രം വലിയ ലാഭമാണ് ഉണ്ടാക്കുന്നത്. നമ്മളാണെങ്കിൽ അതിനോട് അഡിക്റ്റഡായി. നമുക്കിപ്പോൾ മറ്റ് സംവിധാനങ്ങളില്ല. ഓട്ടോറിക്ഷയും ബൈക്കും എല്ലാം യൂബർ അതുപോലുള്ള സംവിധാനങ്ങളോട് ചേർത്തു. ഇങ്ങനെയാണല്ലോ എല്ലാ സംവിധാനങ്ങളും വരുന്നത്. ഇത് തന്നെയാണ് GPayയുടെ കാര്യത്തിൽ. ഇപ്പോൾ പൈസ, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ വസ്തുതാപരമാണ്. ഹർഷൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. കാരണം പൈസ നമ്മൾ വെക്കാറില്ല. ഒരു മനുഷ്യനും കയ്യിൽ പൈസ വെക്കാറില്ല. ഇപ്പോൾ എല്ലാം ഫോണിനകത്തായി. നമ്മളെ മുഴുവൻ ആളുകളെയും അതിനകത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഈ GPayയും അതുപോലുള്ള സംവിധാനങ്ങളും ഇല്ലാത്ത ഒരാളും ഇല്ല എന്ന് തന്നെ പറയാം. ഏറ്റവും ചെറിയ കടകളിൽ പോലും ഈ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ പണം ചോദിച്ച് റെയിൽവേ സ്റ്റേഷനിലും മറ്റുമൊക്കെ വരുന്ന, ഭിക്ഷ ചോദിച്ച് വരുന്ന ആളുകൾ പിന്നെ UPI സംവിധാനം വെച്ചിരിക്കുന്നതെന്ന് പണ്ട് തമാശയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് റിയലാണ്. ആളുകളെ സഹായിക്കാൻ ഇത് വെച്ചോളൂ എന്ന് പറയുന്ന കടകളിലൊക്കെ ഇത് വെച്ചിരിക്കും. അപ്പോൾ ഇതൊരു റിയൽ സംവിധാനമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം എന്നാണ്. പക്ഷേ ആളുകൾക്കറിയാമായിരുന്നു ഇതിനകത്തേക്ക് സംവിധാനങ്ങൾ വന്നാൽ പേടിഎം, ഹർഷന് ഓർമ്മയുണ്ടോ? പണ്ട് ഏതോ ഒരു സമയത്ത് പേടിഎമ്മിന്റെ മുതലാളി വൻ ഡാൻസ് ചെയ്ത് ഓർമ്മയുണ്ടോ? ഒരു നോട്ട് നിരോധനത്തിന് സമയത്ത് ഇയാളുടെ വിഷയം വന്നു, വൻ ഡാൻസ്. അതായത് അയാൾ വമ്പൻ ലാഭം ഉണ്ടാക്കി ആ സമയത്ത്. ആ ലാഭം അല്ലെങ്കിൽ ഇപ്പോഴും അവർക്ക് ലാഭമുണ്ട്. കാരണം GPayയുടെ അകത്തൊക്കെ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അവരെങ്ങനെയൊക്കെയോ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് അവിടെ ഇവിടെയൊക്കെ പരസ്യമൊക്കെ കാണാം, എന്തൊക്കെയോ ഗേറ്റ്വേകൾ അല്ലാതെ തന്നെ പണം ഉണ്ടാക്കുന്നുണ്ട്, ബ്രൗണി പോയിന്റ്സ് അവരെങ്ങനെയോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ലാഭക്കച്ചവടം തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ഇപ്പോൾ നമ്മളെ ഈ സംവിധാനത്തിനകത്തേക്ക് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ നമ്മൾ പോയിട്ടൊരു 1/2 കിലോ പഞ്ചസാര വാങ്ങിച്ചു കഴിഞ്ഞാൽ
നമ്മൾ പൈസ കൊടുത്താൽ അവർ ചേഞ്ച് തിരിച്ചു തരുമോ? അവരുടെ കയ്യിലും പൈസയില്ല, കടയിലും പൈസയില്ല. അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ മുഴുവൻ നമ്മുടെ ഫോണിനകത്തേക്ക് മാറ്റിയതിന് ശേഷം ഇപ്പോൾ അവർ വില കൂട്ടുകയാണ്. എന്നിട്ട് സർക്കാർ പറയുകയാണ് ഇത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ജപ്പാൻ, ഇറ്റലി, ജർമ്മനി 3 പ്രധാനപ്പെട്ട വളരെ സാങ്കേതിക വിദ്യ പുരോഗമിച്ചിരിക്കുന്ന രാജ്യങ്ങളും, ജപ്പാനൊക്കെ നോക്കണം, അവർ ഇപ്പോഴും ക്യാഷാണ്, ഇപ്പോഴും പണമാണത്രേ. US, UK തുടങ്ങിയ വലിയ സംവിധാനങ്ങളുടെ രാജ്യങ്ങളിൽ ഇത് കുറച്ച്, നമ്മുടെ അത്രയില്ല, കുറച്ചുണ്ട്, പക്ഷേ എന്നാലും പൈസയാണ് അവർ കൊടുക്കുന്നത്. അമേരിക്കയിലൊക്കെ ആൾ പൈസ എടുത്ത് കൊടുക്കുന്നത് അത്രേ, കാപ്പി വാങ്ങിച്ചിട്ട്. നമ്മൾ ഇതിനകത്ത് ഏതാണ്ട് സമ്പൂർണ്ണ ഡിപ്പെൻഡൻസി പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതുവരെ നമ്മുടെ രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെയോ ചരിത്രം പണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, പണവുമായി ബന്ധപ്പെട്ട ലോകത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ എപ്പോഴും നോക്കിയാലും ആ പണം സാധാരണ മനുഷ്യന് ലാഭം ഉണ്ടാക്കുന്ന ഒരു കച്ചവടവും ഈ ലോകത്തൊരിടത്തും നടന്നിട്ടില്ല. അത് മുതലാളിമാർക്ക് ലാഭം ഉണ്ടാകുന്ന പണമേ നടന്നിട്ടുള്ളൂ. നമ്മൾ മുതലാളിയായാൽ നമ്മൾക്ക് കൊള്ളാം, അല്ലാതെ ഈ കാര്യം നമ്മളെ ലൂട്ട് ചെയ്യാൻ വേണ്ടി വരികയാണ്. സങ്കടകരമായിട്ട് നമ്മളെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി വരികയാണ്. ഇത്രയും നാൾ നമ്മൾ അനുഭവിച്ച ആ കാര്യം മാറിയിരിക്കുന്നു. ഇനി തിരിച്ചൊരു പോക്കില്ല. അല്ലെങ്കിൽ സർക്കാർ വിചാരിക്കണം, ഞങ്ങൾ ഈ മുതലാളിമാരെയല്ല, ഞങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരെ 10-20 രൂപയൊക്കെ GPay ചെയ്ത് നടക്കുന്ന ആളുകളെയാണ്, അവരുടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കേണ്ടതെന്ന് സർക്കാർ വിചാരിക്കണം. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഈ കാര്യം വരില്ലല്ലോ. അതെ.